2024 ലോക്സഭാ തെരഞ്ഞെടുപ്പ് ഫലം വന്നപ്പോൾ ഒരു കാര്യം നരേന്ദ്രമോദി എന്ന ഭരണാധികാരിക്ക് മനസ്സിലായി. വർഗീയത കൊണ്ടും അതുപോലെ ധ്രുവീകരണ സിദ്ധാന്തം കൊണ്ടുമൊന്നും ഇനി ഇന്ത്യയിൽ പിടിച്ചു നിൽക്കാൻ കഴിയില്ല അധിക നാൾ എന്നുള്ള യാഥാർത്ഥ്യം. ഇത് മനസ്സിലാക്കി കഴിഞ്ഞതിൻ്റെ ഏറ്റവും വലിയ തെളിവാണ് യു പിയിലുണ്ടായ വൻ തകർച്ച. അതുമാത്രമല്ല, സ്വന്തം തട്ടകമായ വാരണാസിയിൽ വലിയ പോരാട്ടം നടത്തിയാണ് കഷ്ടിച്ച് ജയിച്ച് കയറിയത്. വാരണാസിയിൽ ഒരു ഘട്ടത്തിൽ പിന്നിലായിരുന്നു എന്നുള്ളത് ഏറെ നേരം അത് അങ്ങനെ തന്നെ സ്ഥായിയായി തുടരുകയും അത് BJP കേന്ദ്രങ്ങൾക്കുണ്ടാക്കിയ ആഘാതം വളരെ വലുതുമായിരുന്നു. അതുകൊണ്ടാണ് രാഹുൽ ഗാന്ധി കൃത്യമായി പറഞ്ഞത്, അജയ് റായ് എന്ന UPയുടെ കോൺഗ്രസ് അധ്യക്ഷൻ ഇത്രയും മികച്ച പോരാട്ടം നടത്തിയിരുന്നുവെങ്കിൽ അവിടെ പ്രിയങ്ക ഗാന്ധി ആയിരുന്നു കോൺഗ്രസ് സ്ഥാനാർത്ഥിയെങ്കിൽ എന്തായിരുന്നെ സ്ഥിതി എന്നുള്ളത്. അതായത് 1,52,513 വോട്ടുകളുടെ മാത്രം ഭൂരിപക്ഷത്തിൽ ജയിച്ച നരേന്ദ്രമോദി കഴിഞ്ഞ തവണ ജയിച്ചത് 4,79,505 വോട്ടുകളുടെ മൃഗീയ ഭൂരിപക്ഷത്തിലാണ്. പ്രിയങ്ക ഗാന്ധി ആയിരുന്നു ഇന്ന് വരുന്നെങ്കിൽ ഏറ്റവും കുറഞ്ഞത് 10,000 വോട്ടിനെങ്കിലും ജയിക്കുമായിരുന്നു എന്ന് കോൺഗ്രസ്സുകാർ അപ്പോഴാണ് യാഥാർത്ഥ്യം മനസ്സിലാക്കിയത്. മോദിക്ക് ഇപ്പോൾ വാരണാസിയിൽ കാലുകുത്താൻ പോലും കഴിയാത്ത ഒരവസ്ഥയിലേക്ക്, വാരണാസിയിൽ അദ്ദേഹത്തിൻ്റെ വാഹനത്തിന് നേരെ ഉണ്ടായിട്ടുള്ള ചെരുപ്പേറ് ഇതിൻ്റെ ഏറ്റവും വലിയ സൂചന തന്നെയാണ്. നരേന്ദ്രമോദി എത്രത്തോളം ആളുകൾ വെറുക്കുന്നു എന്നുള്ളതിൻ്റെ ഒരു തെളിവാണിത് എന്ന് കോൺഗ്രസ് കൃത്യമായി തന്നെ പറയുന്നുണ്ട്. നരേന്ദ്രമോദി പല ബൂത്തുകളിലും പിന്നിലായിരുന്നു എന്നുള്ളത് എടുത്തു പറയേണ്ട കാര്യമാണ്. അതുമാത്രമല്ല, മോദിക്ക് ആധിപത്യമുണ്ടായിരുന്ന പല മേഖലകളിലും കുത്തനെ ഉണ്ടായ ഇടിവ്, അത് കൃത്യമായും അദ്ദേഹത്തിനുണ്ടാകുന്ന ഒരു നഷ്ടത്തിൻ്റെ ആഘാതം എത്രമാത്രം വലുതാണ് എന്നുള്ളത് വ്യക്തമാക്കുന്നുണ്ട്. നരേന്ദ്രമോദിയുടെ ഈ ഒരു മുന്നേറ്റം അവസാനിച്ചു കഴിഞ്ഞിരിക്കുന്നു. മോദി തരംഗം മാത്രമല്ല, മോദി പ്രഭാവം മാത്രമല്ല, അദ്ദേഹത്തിനുണ്ടായിരിക്കുന്ന ഏറ്റവും വലിയ കനത്ത നഷ്ടമാണ് ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പിലൂടെ ഇന്ത്യയിൽ സംഭവിച്ചിരിക്കുന്നതെന്ന് BJP വ്യക്തമാക്കി കഴിഞ്ഞിരിക്കുന്നു. അതോടുകൂടി ഒരു കാര്യം മനസ്സിലായിരിക്കുന്നു, RSS കൃത്യമായി മോദിക്ക് ഒരു ഉപദേശം നൽകിയിരിക്കുന്നു. കാലാവധി തികയ്ക്കും മുമ്പ് 3ാം വട്ടം സത്യപ്രതിജ്ഞ ചെയ്തെങ്കിൽ പോലും അതിൽ നിന്നും സ്ഥാനത്ത് നിന്നും ഇറങ്ങുന്നതാണ് നല്ലത് എന്നുള്ള താക്കീത്, 75 വയസ്സിനപ്പുറത്തേക്ക് പോകരുത് എന്നൊരു താക്കീത് നരേന്ദ്രമോദിക്ക് കൊടുക്കുന്നു എന്നുള്ളത് വളരെ വ്യക്തമാണ്. 75 വയസ്സായി കഴിഞ്ഞാലും ഇറങ്ങിയില്ലെങ്കിൽ തീർച്ചയായും BJPയിൽ ഒരു വൻ പൊട്ടിത്തെറി ഉണ്ടാകുമെന്നുള്ളതിൽ ഒരു സംശയം വേണ്ട. കേവല ഭൂരിപക്ഷമില്ലാത്ത BJPക്കുള്ളിൽ പല രീതിയിൽ പല ഗ്രൂപ്പുകളായി മാറാനുള്ള എല്ലാ രീതിയിലുള്ള സാധ്യതകളും ഉടലെടുത്ത് കഴിഞ്ഞിരിക്കുന്നു എന്നുള്ളതാണ് അതിനകത്ത് കൃത്യമായി അറിയേണ്ടത്. നരേന്ദ്രമോദിക്ക് വാരണാസി വിടേണ്ടി വരും എന്നുള്ളതിൽ യാതൊരു തർക്കവുമില്ല. ഇനിയൊരു മത്സരത്തിലേക്കില്ല എന്നുള്ളത് വളരെ വ്യക്തമായി തന്നെ ബോധ്യപ്പെട്ട് കഴിഞ്ഞിരിക്കുന്ന ഒരു കാര്യമാണ്. അതിനോടകം തന്നെ ഈ ഒരു സാഹചര്യം, പ്രത്യേകിച്ചും BJPക്ക് കേവല ഭൂരിപക്ഷമില്ലാത്ത സാഹചര്യം നന്നേ അലട്ടുന്നുമുണ്ട്. എങ്ങനെ 5 കൊല്ലം കാലാവധി തികയ്ക്കും എന്ന് തലങ്ങും വിലങ്ങും ഇരുന്ന് ആലോചിക്കുന്നുണ്ട്. ചിലപ്പോഴൊക്കെ വലിയ പ്രശ്നങ്ങൾ ഉടലെടുക്കാനുള്ള സാധ്യതയുണ്ട് എന്ന് മനസ്സിൽ കരുതി തന്നെയാണ് അവർ നീങ്ങുന്നത്.